അഡ്വക്കേറ്റ് സി കെ നജാഫ്, ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ ദീർഘമായ വാർത്താ സമ്മേളനമാണ് നടത്തിയത്. അതിൽ മർദ്ദിക്കുന്ന പോലീസിന്റെ പേര്, അയാൾ ഇപ്പോൾ വഹിക്കുന്ന ചുമതല അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായ അടുത്തുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയെന്ന് വേണം കരുതാൻ. ആ ദൃശ്യങ്ങളിൽ ഒരു കാക്കി ഹെൽമറ്റ് ഇട്ടയാൾ മർദ്ദിക്കുന്നത് കാണാം. പക്ഷേ ആ പോലീസുകാരൻ്റെ പ്രതികരണം കണ്ടല്ലോ, തൻ്റേത് കാക്കി ഹെൽമറ്റാണ്, കറുത്ത ഹെൽമറ്റ് ഇട്ട ആളാണ് മർദ്ദിക്കുന്നത്, മാത്രമല്ല താൻ ആ സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്താണ് പ്രതിപക്ഷം ഇതിൽ ചെയ്യാൻ പോകുന്നത്? കാരണം ദിവസങ്ങളായിരിക്കുന്നു, അതിന്മേൽ ഒരു പ്രക്ഷോഭം പറഞ്ഞു, പക്ഷേ പ്രക്ഷോഭം നിങ്ങൾ നടത്തിയതായി കണ്ടില്ല. പക്ഷേ ഇതിലൊരു പരാതി അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസുകാർക്കെതിരെ നടപടി വേണ്ട എന്നുള്ളതാണ് സർക്കാർ തീരുമാനം. എന്താണ് പ്രതിപക്ഷം മുന്നിൽ കാണുന്നത്? നജാഫ്, ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണല്ലോ സ്വമേധയാ നമ്മൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. ഇന്ന് ഷാഫി പറമ്പിൽ UDF നേതൃത്വത്തിൽ കൃത്യമായി സംഭവിച്ച കാര്യങ്ങളുടെ മുഴുവൻ ക്ലിയറൻസും സമൂഹത്തിന് മുമ്പിൽ വെച്ചതാണ്. ഇതിൽ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രധാന പ്രശ്നം സ്മൃതി ചൂണ്ടിക്കാണിച്ചതാണ്. എങ്ങനെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾ, പിരിച്ചുവിട്ടപ്പെട്ട ആളുകൾ, അവരെങ്ങനെയാണ് വീണ്ടും സേനയിലേക്ക് വരുന്നത്? അത് പരിശോധിക്കപ്പെട്ട സമയമാണ്. യഥാർത്ഥത്തിൽ ഒരു പോയിന്റ്, നമ്മളിപ്പോൾ ഷാഫി പറമ്പിലിനെ ക്രൂരമായി മർദ്ദിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്കുള്ള പോരാട്ടവും നിയമ പോരാട്ടവും ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അത് ജനങ്ങൾ ഏറ്റെടുക്കും, UDF ഏറ്റെടുക്കും, പോരാട്ടം മുന്നോട്ട് പോകും, സംശയമില്ല. പക്ഷെ അതിൽ ഷാഫിയെ ഈ രൂപത്തിൽ ആക്രമിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയ തീരുമാനമായി CPM എത്തിയതിൻ്റെ പിറകിലുള്ള വിഷയങ്ങളാണ് ഒരു UDF എന്ന രൂപത്തിൽ ഞങ്ങൾ ഉന്നയിക്കാൻ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, നിങ്ങൾ ഈ പല ഘട്ടത്തിലും ചർച്ചയിൽ വന്നതാണ്. 144 പോലീസുകാരെ പുറത്താക്കുമെന്ന് പറയുന്നു. അതിൽ 14 പേരെ പുറത്താക്കിയിട്ടുള്ളൂ എന്നുള്ള വാദം രേഖയിൽ കാണുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ എന്തിനു വേണ്ടിയാണ് പോലീസ് സേനയിലേക്ക് CPMൻ്റെ സമ്മതത്തോടു കൂടി പിണറായി വിജയനെ പോയി കണ്ട് ഇതുപോലെ സേനയിൽ തിരിച്ചു കയറ്റുന്നത്? അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഗുണ്ടകളായി നിൽക്കുന്ന ആളുകൾ, കൊടുസുനിയും കിർമാണി മനോജൊക്കെ ഭരിക്കാൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ രൂപത്തിൽ ഗുണ്ടാപ്പണിയെടുത്ത് സർക്കാരിലേക്ക് വരാനുള്ള വഴി തുറക്കുന്നു. ഇനി അധികാരത്തിൽ വന്നാൽ ഇതുപോലുള്ള ആളുകളെ ഈ പോലീസ് സേനയിൽ കൊണ്ടുവന്ന് നാട്ടിൽ പ്രവർത്തനം നടത്തുന്നവരെ, MP-മാരെ, MLA-മാരെ, സാധാരണക്കാരെ, പൊതുപ്രവർത്തകരെ ഈ രൂപത്തിൽ നേരിടാനുള്ള സമീപനം ഉണ്ടാവുന്നു. ഞാൻ പറയുന്നത്, എന്ത് തന്നെ വന്നാലും ഗുണ്ടകളുടെ സഹായം CPM-നുണ്ട്, സർക്കാരിനുണ്ട്. അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിചാരമാണ്. എന്തെന്നാൽ ആക്രമിച്ചു കഴിഞ്ഞാൽ നടപടിയെടുക്കില്ല. പോലീസാണ് ഇതിന് കൃത്യമായി നേതൃപരമായ പങ്ക് വഹിക്കുന്നത്. അറിയാലോ നമുക്ക്, ഈ രൂപത്തിൽ ഗ്രനേഡ് മുഖത്തെറിഞ്ഞാണ്. ഷാഫി പറമ്പിൽ MP-യുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നിയാസ് ഉണ്ട്, അതുപോലെ മുഹമ്മദ് അലിയുണ്ട്, ഒരുപാട് പേർക്ക് പരിക്കുണ്ട്. മുഖത്താണ് ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടി നമ്മൾ മുഖം കാണുന്നത്, തല പൊളിയുന്നത് കാണുന്നു, കൈകൾ തകർത്തത് കാണുന്നു. ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ പോലീസ് സേനയിൽ ഇല്ല എന്ന് സമൂഹത്തിൽ വിശ്വസിക്കുന്നവർ പോലീസ് സേനയിൽ കൊണ്ടുവന്ന് ഗുണ്ടാപ്പണിക്ക് നേതൃത്വം കൊടുക്കുകയും അവരുടെ അക്രമത്തിൻ്റെ ഫലമായി ഇതൊക്കെ അനുഭവിച്ച് അവരൊക്കെ വീട്ടിലേക്ക് പോവുകയും ഒരു കേസും ഒരു പ്രശ്നവുമില്ലാതെ തിരിച്ചു പോകേണ്ട ഗതികേട് വരുന്നു. അങ്ങനെ അവസാനം FIR വരുമ്പോൾ MP 1-ാം പ്രതി, FIR വരുമ്പോൾ DCC പ്രസിഡന്റ് 2-ാം പ്രതി, അതുപോലെ അവിടെയുള്ള അസീസ് മാസ്റ്റർ അടക്കമുള്ള ആളുകൾ 3-ാം പ്രതി, ഈ രൂപത്തിൽ പ്രതിപട്ടിക കൊണ്ടുവന്ന് സമൂഹത്തിൽ കൃത്യമായി CPM-ൻ്റെ അജണ്ട ഗുണ്ടാപ്പണി നടപ്പിലാക്കുന്ന ഒരു സേനയായി പോലീസ് മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് പറയുന്നത്, ഭരിക്കുന്നത് ഗുണ്ടകളാണ് എന്ന്. അതിനെ നേതൃപരമായി എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമോ അതൊക്കെ മുന്നോട്ട് പോകും. നമുക്ക് പരിമിതികളുണ്ട്. സ്മൃതി, നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചില്ലേ, ഞങ്ങൾ പറയുന്നത് നിരന്തരമായി ഇതിന് നമ്മൾ പറയുകയും സംവദിക്കുകയും ചെയ്തൊരു മാറ്റർ, പോലീസ് ഏത് ഘട്ടത്തിൽ പരിശോധിച്ചാലും, ഏത് വിഷയത്തിൽ പരിശോധിച്ചാലും പോലീസ് ഒരു ഭാഗത്ത് ഗുണ്ടാപ്പണി എടുക്കുന്ന കാഴ്ചകൾ നിരന്തരമായി കേരളത്തിൽ കാണുകയാണ്. അത് ഈ വിഷയത്തിൽ മാത്രം നമ്മൾ വിലയിരുത്തത് കൊണ്ട് മാത്രമായില്ല. നമ്മുടെ എത്ര വിഷയങ്ങളുണ്ട്. ഇതിൽ മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്ത എത്രമാത്രം പ്രശ്നങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.